നിങ്ങളുടെ പ്രബുദ്ധത എവിടെ പോയി? ഇന്നെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എന്ന മാലാഖയെക്കുറിച്ചല്ല, മറിച്ച് പ്രബുദ്ധർ എന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മളിൽ ചില മലയാളികളെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ആ വാർത്ത. 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ, തങ്ങളുടെ കുഞ്ഞിനെ ഇനി തിരിച്ചുകിട്ടില്ല എന്നുറപ്പായപ്പോൾ, ആ അച്ഛനും അമ്മയും അരുൺ എബ്രഹാമും ഷെറിനുമെടുത്തത് ഒരു വലിയ തീരുമാനമാണ്. 5 പേർക്ക് 5 കുഞ്ഞുങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകുക. ഇതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് ചെയ്യാനുണ്ടോ? ഇല്ല. പക്ഷേ എന്താ ഇവിടെയുള്ള ചില കമന്റ് തൊഴിലാളികൾ ചെയ്തത്? ആ അച്ഛനെയും അമ്മയെയും സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചുകേറി. എന്താണ് അവരുടെ കുറ്റം? അവർ നെഞ്ചത്തടിച്ച് കരഞ്ഞില്ല. അവർക്ക് സങ്കടമില്ലേ? ഇതെന്താ ടൂർ പോണ മാതിരിയാണോ ഇരിക്കുന്നത്? ഇതിൽ എന്തോ ദുരൂഹതയില്ലേ? ഇവർക്ക് പണം കിട്ടിയിട്ടുണ്ടാവും. അല്ലയോ മലയാളികളെ, നാണമില്ലേ നിങ്ങൾക്ക്? ഒരാളുടെ സങ്കടമളക്കുന്നത് കണ്ണീരിന്റെ അളവ് നോക്കിയാണോ? എവ്രിവൺസ് ഇമോഷൻ ഇസ് ഡിഫറന്റ്. നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ മാത്രമേ സങ്കടമുള്ളൂ എന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ആ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത് അഭിമാനത്തോടെയാണ്. തങ്ങളുടെ കുഞ്ഞു മരിച്ചാലും അവളിലൂടെ 5 പേർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞു കാണിക്കാൻ വന്നവരല്ല അവർ. ഈ കുറ്റം പറയുന്നവർക്ക് ആ അച്ഛനെക്കുറിച്ച് വല്ലതും അറിയാമോ? ആ അച്ഛൻ അരുൺ, അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ ഓർഗൻ ഡോണർ കാർഡ് കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് സ്വന്തം കുഞ്ഞിന്റെ വേർപിരിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വൃത്തികെട്ട വായ വെച്ച് വിചാരണ ചെയ്യുന്നത്. നമ്മുടെ 100% സാക്ഷരതയുടെ പൊള്ളത്തരം. നമ്മൾ 100% സാക്ഷരത എന്ന് പറഞ്ഞ് എപ്പോഴും പൊങ്ങച്ചം പറയും. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര ബാക്കിലാണ്. ഭയങ്കര സെൽഫിഷാണ് നമ്മൾ. നമുക്ക് അവയവം വേണം, പക്ഷെ നമ്മൾ കൊടുക്കില്ല. ആരെങ്കിലും കൊടുത്താൽ അതിൽ അവയവ മാഫിയ ഉണ്ടോ, കച്ചവടമുണ്ടോ എന്ന് ചികഞ്ഞു നോക്കാനിറങ്ങും കുറേ എണ്ണം. ഒരു ഉസ്താദിന്റെ പഴയ വീഡിയോ ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അവയവമെടുക്കുന്നത് കൊലപാതകമാണ് പോലും. ഇത്തരം മണ്ടത്തരങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെയിരുന്ന് കീബോർഡ് വാരിയറായി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കയറി അവരെ ജഡ്ജ് ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ യോഗ്യത? നിങ്ങൾ എന്താണ് ചെയ്തത് സമൂഹത്തിനു വേണ്ടി? ആ മാതാപിതാക്കൾ 5 ജീവനുകൾ രക്ഷിച്ചു. നിങ്ങളെന്താ ചെയ്തത്? വിഷം തുപ്പുന്ന കമന്റ്സിട്ട് അവരെ വേദനിപ്പിച്ചു. മനസ്സിലാക്കുക, ആ 10 മാസം പ്രായമുള്ള കുഞ്ഞു പോയത് വെറുതെയല്ല. ഒരുപാട് പേർക്ക് വെളിച്ചം നൽകിയിട്ടാണ്. സ്റ്റേറ്റ് ഹോണേഴ്സ് നൽകിയാണ് കേരളം ആ കുഞ്ഞിനെ യാത്രയാക്കിയത്. ആ മാതാപിതാക്കളെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അവർ കാണിച്ച ആ ധൈര്യം, ആ ത്യാഗം, അതാണ് മാതൃക. അല്ലാതെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കയറി ചൊറിയാൻ നിൽക്കുന്ന ഈ കമന്റ് പണി നിർത്താറായി. നിങ്ങൾക്കൊരു ചോദ്യം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അവയവം വേണ്ടി വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഇപ്പോൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ നിങ്ങൾ അവരെ സംശയിക്കും, വിമർശിക്കും. ഇത്തരം ഡബിൾ സ്റ്റാൻഡേർഡ് മതി. നമ്മൾ മാറണം. മലയാളികൾ ഇനിയെങ്കിലും കുറച്ച് പക്വത കാണിക്കണം. ഇനിയെങ്കിലും മനുഷ്യത്വം കാണിക്കണം. അവയവദാനം നടത്തുന്നവരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ കാണാൻ പഠിക്കുക. അവരുടെ വേദനയിൽ ഉപ്പുവാരി വിതറാതിരിക്കാൻ പഠിക്കുക. നന്ദി. To those comment warriors who questioned Alin Sherin's parents, think before you type. Show some humanity. These parents made the hardest decision of their lives and saved 5 children. They deserve respect, not your toxic judgment.